നമസ്കാരം. എല്ലാ ഹിന്ദു സഹോദരങ്ങൾക്കും സഞ്ജീവനിയുടെ പേരിൽ വിനീതമായിട്ടുള്ള കൂപ്പുകൈ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഹിന്ദു നവോത്ഥാനാണ് ഞങ്ങളുടെ ഈ സഞ്ജീവനി എന്ന് പറഞ്ഞ സംഘടനയുടെ ലക്ഷ്യം. ഓരോ വീട്ടിലും ഓരോ ഉണർന്ന ഹിന്ദു വേണം. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയമാണ് കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും, ഈ ലോകം മുഴുവൻ കോടിക്കണക്കിന് കമ്പ്യൂട്ടറുകൾക്ക് ഒരു വൈറസ് എന്നൊരു സാധനം വന്ന് ആക്രമിച്ചു. അപ്പം നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഒരു സാധനമുണ്ട്, ഈ ഇൻ്റർനെറ്റ് കേബിൾ എന്ന സാധനം നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ ഇൻ്റർനെറ്റ് കേബിൾ വഴി ഈ വൈറസ് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി വരികയാണ്. എന്നിട്ട് ഈ വൈറസ് ക്രമാതീതമായിട്ടാണ് പെരുകും. അങ്ങനെ കമ്പ്യൂട്ടറിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ധാരാളം ഇങ്ങനെ വൈറസ് കുഞ്ഞുങ്ങൾ നിറഞ്ഞു വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിലും ഈ കീബോർഡ് എന്ന സാധനത്തിലും CPU, മൗസ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളുണ്ട് കമ്പ്യൂട്ടറിൽ. അതിലേക്കൊക്കെ നിറയെ ഈ വൈറസുകൾ വരികയാണ്. അതിന് വന്നു കഴിഞ്ഞാൽ പിന്നെ തൊടാൻ പറ്റില്ല കമ്പ്യൂട്ടർ, അത്രയ്ക്ക് അങ്ങോട്ട് പ്രശ്നമാവും. അപ്പോൾ ആരാണ് ഈ വൈറസ് ഉണ്ടാക്കിയത്? ഇപ്പം നമ്മുടെ പോലീസിൻ്റെയൊക്കെ നിഗമനം എന്താ വെച്ചാൽ, ഇത് പാകിസ്ഥാനിലെ ചില ഇസ്ലാമിക തീവ്രവാദികളെ ഉണ്ടാക്കിയതെന്നാണ് പറയണത്. എന്താ കാര്യം? അപ്പോൾ അവർ പറയണത്, ഈ വൈറസ് ആക്രമണം തടയാൻ അവർ ചോദിക്കുന്ന അത്ര കാശ് നമ്മളാണ് കൊടുക്കണമെന്ന് അവർ പറയണത്. അങ്ങനെ കൊടുത്താൽ അവർ ഈ ആൻറ്റി വൈറസ് എന്നൊരു സാധനമുണ്ട്, ഒരു മരുന്നാണത്, ഒരിങ്ങനെ തുള്ളി മരുന്ന് പോലെ ഒരു മരുന്നാണത്. അപ്പോൾ അവർ ഈ മരുന്ന് നമുക്ക് തരും. അതെങ്ങനെ തരും? അതിങ്ങനെ ഈ ഇൻ്റർനെറ്റ് കേബിൾ വഴി നമ്മുടെ വീട്ടിലേക്കാണ് വരിക മരുന്ന്. അങ്ങനെ തുള്ളിയായിട്ട് ഇങ്ങനെ വരും. എന്നിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിനുള്ളിലേക്കാണ് കയറുക മരുന്ന്. അങ്ങനെ കയറി കഴിഞ്ഞാലോ ഉടനെ തന്നെ ഈ വൈറസിലൊക്കെ ചത്തുപോകും. അപ്പോൾ ഇത് വലിയ പ്രശ്നമാണല്ലോ. അപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ നമ്മുടെ അമേരിക്കയിൽ ഈ പ്രസിഡൻറ്റ് ശ്രീ ഡൊണാൾഡ് ജി ഈ നാസ എന്ന് പറഞ്ഞ സംഘടനയോട് ഉത്തരവിട്ടു. അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം, ഈ ഹിന്ദുക്കളെ സ്നേഹിക്കുന്ന ഒരാളാണല്ലോ ഈ ഡൊണാൾഡ് ജി. അപ്പോൾ അദ്ദേഹം നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ നരേന്ദ്രമോദിയുടെ ഒരു ആരാധകൻ കൂടിയാണ്. അപ്പോൾ അയാൾ ഉത്തരവിട്ടപ്പോൾ ഈ നാസ ഉടനെ അന്വേഷണം തുടങ്ങി. അവർ കണ്ടുവന്നത് എന്താ വെച്ചാൽ, ഈ വൈറസ് ഉണ്ടാക്കിയത് ഇസ്ലാമിക തീവ്രവാദികളാണല്ലോ. അപ്പോൾ അതിനെക്കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായത് ആർക്കാ? അത് ക്രിസ്ത്യൻ ആൾക്കാർക്കും മുസ്ലിങ്ങളുടെ കമ്പ്യൂട്ടറിനാണ് ശരിക്കും പ്രശ്നം ഉണ്ടായത്. ഇപ്പോൾ നമ്മുടെ ഹിന്ദുക്കളുടെ കമ്പ്യൂട്ടറുകൾക്ക് കാര്യമായിട്ടുള്ള ഒരു കുഴപ്പം പറ്റിയിട്ടില്ല. അപ്പോൾ അതെന്താ അങ്ങനെ? അപ്പോൾ അതന്വേഷിക്കാൻ നാസയുടെ ഒരു സംഘം നമ്മുടെ ബോംബെയിലും ചെന്നൈയിലാണ് വന്നു. അപ്പോൾ അവർ കുറേ പരിശോധന നടത്തി. കണ്ടപ്പോൾ എന്താ, അവർ ഞെട്ടിപ്പോയി. എന്താ കണ്ടത് വെച്ചാൽ, ഹിന്ദുക്കളുടെ വീട്ടിൽ ഇങ്ങനെ ചന്ദനത്തിരി കത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ചന്ദനത്തിരി കത്തിച്ച് എന്താ ഉണ്ടാവുക വെച്ചാൽ, ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ എന്താ വെച്ചാൽ, അതിനുള്ളിൽ ഇങ്ങനെ ഒരു പോസിറ്റീവ് എനർജി എന്ന സാധനമുണ്ട്. പോസിറ്റീവ് എനർജി അതിങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പോസിറ്റീവ് എനർജി വന്നു കഴിഞ്ഞാൽ അത് കമ്പ്യൂട്ടറിലാണ് പതിയുമ്പോൾ കമ്പ്യൂട്ടറിലെ വൈറസ് ഒക്കെ ചത്തുപോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഹിന്ദുക്കളുടെ കമ്പ്യൂട്ടർക്ക് ഒരു കുഴപ്പം പറ്റാത്തത്. അപ്പോൾ അതെങ്ങനെയത്? അപ്പോൾ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ, ഈ വൈറസുകൾ വരാൻ കാരണം ഇപ്പോൾ പറഞ്ഞല്ലോ, ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ അതിപ്പോൾ നമ്മുടെ ഇൻ്റർനെറ്റ് കേബിൾ വഴിയാണല്ലോ വൈറസ് വരണത്. അപ്പോൾ ഈ ഇൻ്റർനെറ്റ് കേബിളിനുള്ളിൽ ഇങ്ങനെ ഒരു തരം പൊടിയുണ്ട്. ആ പൊടിയുടെ പേര് ഇലക്ട്രോൺ എന്നാണ് അതിൻ്റെ പേര്, ഈ പൊടിയുടെ പേര്. അപ്പോൾ പൊടി വഴിയാണ് ഈ വൈറസുകൾ ഉള്ളിലേക്ക് വരുന്നത് കമ്പ്യൂട്ടറിലേക്ക്. അപ്പോൾ ഈ വൈറസുകൾക്ക് ഈ നെഗറ്റീവ് എനർജി ഉണ്ടെന്നാണ് ശാസ്ത്രം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ വൈറസുകൾക്കും ഒരു ചെറിയ നെഗറ്റീവ് എനർജി ഉണ്ടാവും. അപ്പോൾ കമ്പ്യൂട്ടറിനുള്ളൊരു വൈറസിന് നെഗറ്റീവ് എനർജി ഉള്ളപ്പോൾ നമ്മുടെ ചന്ദനത്തിരി കത്തിച്ച് വെച്ചേക്കുന്ന ഹിന്ദുക്കളുടെ വീട്ടിൽ ആ ചന്ദനത്തിരിയിൽ നിന്ന് വരുന്ന പോസിറ്റീവ് എനർജിയും ഈ കമ്പ്യൂട്ടറിലെ വൈറസിലുള്ള നെഗറ്റീവ് എനർജിയും ഭയങ്കരമായിട്ട് യുദ്ധം നടക്കുകയാണ്. അപ്പോൾ യുദ്ധം നടന്നു കഴിഞ്ഞാൽ ആരാ ജയിക്കുക? അത് പിന്നെ പറയണ്ടല്ലോ, പോസിറ്റീവ് എനർജി അല്ലേ എപ്പോഴും ആദ്യം ജയിക്കുക. അപ്പോൾ അങ്ങനെയാണ് ഹിന്ദുക്കളുടെ കമ്പ്യൂട്ടറുകളൊന്നും വൈറസ് ജീവിക്കാൻ പറ്റുന്നില്ല, ഒക്കെ ചത്തുപോകണം. അതാണ് ഈ നാസ കണ്ടുപിടിച്ചത്. അത് വലിയൊരു കണ്ടുപിടുത്തമായിരുന്നു, അത് വലിയ കാര്യം തന്നെ അത്. അപ്പോൾ അതാണ് പറയുന്നത്, ഈ ഹിന്ദുക്കളുടെ ഈ പ്രാചീന സാങ്കേതിക വിദ്യയാണല്ലോ ഇപ്പോൾ നാസ എപ്പോഴും ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ ഈ വിവരം നാസ പുറത്തുവിട്ടപ്പോൾ ഉടൻ തന്നെ അമേരിക്കയിലെ പ്രസിഡൻറ്റ് ശ്രീ ഡൊണാൾഡ് ജി അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് 100,000 ടൺ ചന്ദനത്തിരി കൊണ്ടുവരാൻ പറഞ്ഞു, ഇറക്കുമതി ചെയ്യാൻ ഉത്തരവിട്ടു. അപ്പോൾ അമേരിക്കയിലേക്ക് ഇപ്പോൾ ആരാ ചന്ദനത്തിരി കയറ്റി വയ്ക്കുക? ഭയങ്കര മത്സരമാണ്. ഇപ്പോൾ ഒരു ഭാഗത്ത് ഇൻഫോസിസ് എന്നൊരു വലിയൊരു കമ്പനിയുണ്ട് ബാംഗ്ലൂർ, അവരുണ്ട്. പിന്നെ കൽക്കട്ടയിലൊരു കമ്പനിയുണ്ട്, TCS എന്നാണ് പേര്. പിന്നെയുണ്ട് ഡൽഹിയിലൊരു കമ്പനിയാണ്, അതിൻ്റെ പേര് വിപ്രോ എന്നാണ്. അവർ സോപ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അതിൻ്റെ ഒപ്പം ഒത്തിരി കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്നുണ്ട് അവർ.
അപ്പോൾ ഇവരൊക്കെയാണ് ഭയങ്കര മത്സരം ചന്ദനത്തിരി കയറ്റി അയക്കാൻ അമേരിക്കയിലേക്ക്. അപ്പോൾ നിങ്ങളൊക്കെ ചിലപ്പോൾ പേപ്പറിൽ വായിച്ചിട്ടുണ്ടായിരിക്കും ഈ ഇൻഫോസിസ്, വിപ്രോ ഇവരൊക്കെ ഇപ്പോൾ കമ്പ്യൂട്ടർ പണി നിർത്തുകയാണ്. അവർ എഞ്ചിനീയർമാരൊക്കെ പറഞ്ഞ് പിരിച്ചുവിടുകയാണ്, ജോലി വേണ്ടാന്ന് പറയുക. എന്താ കാര്യം? ഈ കമ്പ്യൂട്ടർ പണിയിലൊന്നും വലിയ ലാഭമില്ലല്ലോ. ഇപ്പോൾ ലാഭം ശരിക്കും ഈ വൈറസൊക്കെ വന്നതിന് ശേഷം ലാഭമൊക്കെ തീർന്നു. ഇപ്പോൾ എവിടെയാണ് ലാഭം ശരിക്കും ചന്ദനത്തിരിയാണ്. അതാണ് അവരൊക്കെ അത് നിർത്തി ചന്ദനത്തിലേക്ക് വരേണ്ടത്. അപ്പോൾ ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. അതായത് ഇപ്പം നിങ്ങളുടെ വീട്ടിൽ അധികം നേരം ഇപ്പം നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഈ കമ്പ്യൂട്ടർ അധികം നേരം പ്രവർത്തിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം. എന്താ കാര്യം? ഈ കമ്പ്യൂട്ടർ കാരണം നെഗറ്റീവ് എനർജി ഭയങ്കരമായിട്ട് ഇങ്ങനെ വീട്ടിൽ നിറഞ്ഞു നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവും. അസുഖം ഉണ്ടാവും, തലവേദന ഉണ്ടാവും, ഉറക്കമുണ്ടാവില്ല, അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതിനെന്താ പ്രതിവിധി? ഇപ്പോൾ ഇതിന് ചില പ്രതിവിധിയുണ്ട്. ഒന്ന് എന്താ വെച്ചാൽ കമ്പ്യൂട്ടർ ഓഫ് ചെയ്യുക. അത് കഴിവതും പ്രവർത്തിക്കരുത്. എന്താ വെച്ചാൽ അത് ചെയ്താലുള്ള ഈ നെഗറ്റീവ് എനർജി വരേണ്ടത്. അപ്പോൾ അത് ഒഴിവാക്കുക. അതല്ലെങ്കിലോ മുറിയിൽ എല്ലായിടത്തും ഇങ്ങനെ ചന്ദനത്തിലേക്ക് എത്തിച്ച് വെച്ചാൽ മതി. ചന്ദനത്തിലേക്ക് എത്തിച്ച് എന്താ ഗുണം വെച്ചാൽ ഈ പോസിറ്റീവ് എനർജി ഇങ്ങനെ നിറയെ വരുമല്ലോ. അപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറും സേഫ് ആവും, എല്ലാം വളരെ സുരക്ഷിതമാവും. ഇനി ഇത് രണ്ടും അല്ലെങ്കിലോ വേറൊരു പരിപാടി കൂടിയുണ്ട്. എന്താ വെച്ചാൽ ഈ ചാണകവെള്ളത്തിന് ഈ പറഞ്ഞ രോഗങ്ങളൊക്കെ പ്രതിരോധിക്കാൻ ഭയങ്കര ശക്തിയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ചാണകവെള്ളം എടുക്കുക, എന്നിട്ട് കമ്പ്യൂട്ടർ എല്ലായിടത്തും ഇങ്ങനെ തളിക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ എവിടെ തളിക്കേണ്ടത് വെച്ചാൽ ഈ കീബോർഡ് എന്നൊരു യന്ത്രമുണ്ട് കമ്പ്യൂട്ടറിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ പരന്ന് കിടക്കുക സാധനം. ഈ അതിന് കീബോർഡ് എന്നാണ് അവർ പറയുക. അപ്പോൾ അതിലേക്ക് കുറച്ച് തളിക്കണം, കാരണം കൈയൊക്കെ തൊടണതാണല്ലോ അവിടെ. അപ്പോൾ അവിടെ കുറേ ഈ ചാണകവെള്ളം തളിച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാ വൈറസും ചത്തുപോകും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഞങ്ങളുടെ സഞ്ജീവനിയുടെ ഇന്നത്തെ പ്രഭാഷണം നിർത്തട്ടെ. നല്ലവരായ എല്ലാ ഹിന്ദുക്കൾക്കും ഞങ്ങളുടെ പ്രണാമം. ഇപ്പോൾ ഹിന്ദു ഉണരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഫേസ്ബുക്കിൽ ഞങ്ങളുടെ സഞ്ജീവനി എന്നൊരു പേജുണ്ട്, അത് നിങ്ങൾ കാണണം, അതിങ്ങനെ കണ്ട് ശ്രദ്ധിച്ച് പഠിക്കണം. പിന്നെ അതല്ലെങ്കിലോ ഞങ്ങളുടെ ഗുരുനാഥനുണ്ട്, നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള ആളാണ്. ഞങ്ങളുടെ ഗുരുനാഥനാണ് IISH എന്ന് പറയും, അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജ്, അങ്ങനെയാണ് പേര്, ഹെറിറ്റേജ് എന്നാണ് എൻ്റെ പേര്. അത് വലിയൊരു ഗവേഷണ സ്ഥാപനമാണ് ഈ സാധനം, ഈ IISH. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ ഉണ്ട്, ഒരു പ്രമുഖ ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ ഞങ്ങളുടെ ഗുരുജിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും, പേര് ഗോപാലകൃഷ്ണജി എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും പറ്റുമെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ കേൾക്കുക. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.